ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം. കറണ്ട് പാസ് ചെയ്യുന്ന ഒരു വയറിന് ചുറ്റും അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് രൂപം കൊള്ളുന്നതായി നമ്മൾ മനസ്സിലാക്കി. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം ആ കോയിലിലൂടെ അല്ലെങ്കിൽ വയറിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റാണ്. ഇതിന് നേരെ വിപരീതമായൊരു പ്രതിഭാസം ആലോചിക്കുക. മാഗ്നറ്റിസത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യപ്പെടുന്നു. ഒരു കാന്തത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ പ്രതിഭാസം ആദ്യമായി കണ്ടെത്തിയത് 1831 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡേ ആണ്. ഇവിടെ നിങ്ങൾക്കൊരു കോയിൽ കാണാം. ആ കോയിൽ ഒരു മൈക്രോ അമ്മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ട് കറണ്ട് പോലും മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് മൈക്രോ അമ്മീറ്റർ. ഈ കോയിലിലേക്ക് ഒരു മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പം മൈക്രോ അമ്മീറ്ററിൽ ശ്രദ്ധിക്കുക. മാഗ്നറ്റ് കോയിലിലേക്ക് കടത്തുമ്പോഴും അതുപോലെ കോയിലിൽ നിന്ന് പിൻവലിക്കുമ്പോഴും മൈക്രോ അമ്മീറ്ററിൻ്റെ സൂചി അതിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം. മാഗ്നറ്റ് ഉള്ളിലേക്ക് കടത്തുമ്പോൾ ഇടതുവശത്തേക്കാണ് ഡിഫ്ലക്ഷൻ എങ്കിൽ അത് പുറത്തേക്ക് വലിക്കുമ്പം ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ മാഗ്നറ്റിൻ്റെ പോൾസ് മാറ്റിയും ചെയ്തു നോക്കാവുന്നതാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോഴും വിത്ഡ്രോ ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കുന്നു. നമുക്കറിയാം, കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് കോയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അമ്മീറ്ററിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, നീഡിൽ ചലിക്കുന്നത്. ഇപ്പോൾ മാഗ്നറ്റ് കോയിലിനകത്ത് വെച്ചിരിക്കുകയാണ്. അമ്മീറ്ററിലെ സൂചിക്ക് ചലനമൊന്നും കാണുന്നില്ല. അതിനർത്ഥം ആ സമയത്ത് കോയിലിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ലെന്നാണ്. എന്നാൽ മാഗ്നറ്റ് കോയിലിനകത്തേക്ക് ഇടുമ്പോഴും പുറത്തേക്ക് പിൻവലിക്കുമ്പോഴും ഈ നീഡിൽ ചലിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് കോയിലിൽ കറണ്ട് പാസ് ചെയ്യുന്നു. മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് ആണ് നിങ്ങൾ കാണുന്നത്. കോയിലിലേക്ക് ലഭിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് കാണാം. മാഗ്നറ്റ് കോയിലിൻ്റെ അടുത്തേക്ക് നീക്കുമ്പം കോയിലിലേക്ക് ലഭ്യമാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് അഥവാ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, നമുക്കതിനെ ഫ്ലക്സ് എന്ന് പറയാം. ഫ്ലക്സിൻ്റെ അളവ് കൂടി വരുന്നു. അതായത് ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നു. ഇനി ഈ മാഗ്നറ്റ് പുറത്തേക്ക് പിൻവലിക്കുമ്പം ഫ്ലക്സ് കുറയുന്നു. അഥവാ കോയിലിലേക്ക് ലഭ്യമാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറയുന്നു. അടുക്കുമ്പം ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നു. പുറത്തേക്ക് പിൻവലിക്കുമ്പോഴും ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നു. ഈ ഫ്ലക്സ് വേരിയേഷൻ വരുമ്പോഴാണ് കോയിലിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നതും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതും അതുവഴി കോയിലിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നതും. എന്നാൽ മാഗ്നറ്റ് കോയിലിനുള്ളിൽ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വയ്ക്കുകയാണെങ്കിൽ കോയിലിലേക്ക് ലഭ്യമാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ വേരിയേഷൻ വരുന്നില്ല. കോയിലിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലഭ്യമാകുന്നുണ്ട്, എങ്കിലും ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ കോയിലിലേക്ക് ലഭ്യമാകുന്ന കോയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫ്ലക്സിൽ, മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു വേരിയേഷൻ വരുമ്പോൾ മാത്രമാണ് കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതും അതുവഴി കോയിലിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതും. ഈ പ്രതിഭാസത്തെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഈ രീതിയിൽ വൈദ്യുതകാന്തിക പ്രേരണം വഴി കോയിലിൽ പ്രേരണം ചെയ്യപ്പെടുന്ന EMFനെ
ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് EMFിലൂടെ കോയിലിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്നും പറയുന്നു.